ടെക് ന്യൂസ് ഇൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. നെറ്റ്ഫ്ലിക്സ് ഗ്ലോബൽ കണ്ടന്റ് ഫ്രീ ആയിട്ട് കാണാൻ സഹായിക്കുന്ന ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്ലിക്സ് ഓൺലൈൻ എന്ന പേരിൽ പുതിയൊരു മാൽവെയർ സ്പ്രെഡ് ചെയ്യുന്നു. ഇതുവഴി മാൽവെയറിന് വാട്സപ്പ് ആക്സസ് ചെയ്യാൻ കഴിയും. റിയൽമി ബഡ്സ് എയർ 2 ന്യൂ TWS ഇയർബഡ്സ് പാകിസ്ഥാനിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്. പിന്നെ IPX5 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2900 രൂപയാണ്. E3 2021 ഗെയിമിംഗ് എക്സ്പോ ജൂൺ 12 മുതൽ ജൂൺ 15 വരെ നടക്കും. ഇത് ഓൺലൈൻ ഇവൻ്റ് ആയിരിക്കും. 90.44% ഐഫോൺസിലും iOS 14 സോഫ്റ്റ്വെയർ ആണ് വരുന്നത് എന്നാണ് റിപ്പോർട്ട്. പിന്നെ ഏകദേശം 5.07% ഐഫോൺസിലും iOS 13 സോഫ്റ്റ്വെയറും പിന്നെ ഏകദേശം 4.49% ഐഫോൺസിലും അതിലും പഴയ സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. വാട്സപ്പിൽ ബിസിനസ് കാറ്റലോഗ് ക്രിയേറ്റ് ചെയ്യാനും മാനേജ് ചെയ്യാനുമുള്ള ഫീച്ചർ വാട്സപ്പ് വെബിലും എത്തിയിരിക്കുകയാണ്. iOSൽ ഗൂഗിൾ ക്രോമിൻ്റെ പുതിയ അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. OnePlus 9R എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇത് മുമ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഫോണാണ്. 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാ പിക്സലിലെ ക്വാഡ് ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 4500 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനയിൽ ഈ ഫോണിൻ്റെ വില ഇന്ത്യയിലുള്ളതിനെക്കാട്ടിലും കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഈ ഫോണിൻ്റെ വില വരുന്നത് 40,000 രൂപയാണ്. സാംസങ് ഐലിങ്ക് ഫണ്ടസ് ക്യാമറ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് പഴയ സാംസങ് ഗാലക്സി ഫോൺ ക്യാമറ കണ്ണിൻ്റെ അസുഖം കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഡിവൈസാക്കി മാറ്റിയതാണ്. നിൻറ്റൻഡോ സ്വിച്ച് ഓൺലൈൻ മെമ്പേഴ്സിന് പാക്മാൻ 99 ഫ്രീ ബാറ്റിൽ റോയൽ ഗെയിം അനൗൺസ് ചെയ്തിരിക്കുകയാണ്. Xbox ഗെയിം പാസിലും അതുപോലെ Xcloudലും GTA 5 തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി വരുന്ന ആപ്പിൾ iMacൽ ഇപ്പോൾ ഉള്ളതിലും വലിയ ഡിസ്പ്ലേ വരുമെന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ റീകോൺഫിഗർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കീബോർഡുള്ള മാക്ബുക്ക് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ആപ്പിൾ iPad mini 6ൻ്റെ പുതിയ ഇമേജ് ലീക്കായിരിക്കുകയാണ്. ഇത് ഡിസൈനിൽ പഴയതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. iPhone 13 സീരീസ് സെപ്റ്റംബറിൽ തന്നെ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. A15 ബയോണിക് ചിപ്പിൻ്റെ മാസ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ വാക്സിൻ എന്ന പുതിയ സ്റ്റിക്കർ പാക്ക് എത്തിയിരിക്കുകയാണ്. ഇത് WHO സഹകരിച്ചിട്ട് ഡെവലപ്പ് ചെയ്തതാണ്. നോക്കിയയും ലെനോവയുമായിട്ടുള്ള എല്ലാ പാറ്റന്റ് ഇഷ്യൂവും സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. സ്മാർട്ട് ഫോൺ ക്യാമറ സെൻസറിൻ്റെ കാര്യത്തിൽ സോണിയാണ് 1ാം സ്ഥാനത്ത് എന്നാണ് റിപ്പോർട്ട്. 46% അവരുടെ മാർക്കറ്റ് ഷെയർ. സാംസങ് ആണ് 2ാം സ്ഥാനത്ത്. 29% അവരുടെ മാർക്കറ്റ് ഷെയർ. ഒംനിവിഷനാണ് 3ാം സ്ഥാനത്ത് വരുന്നത്. 10% അവരുടെ മാർക്കറ്റ് ഷെയർ. ഗൂഗിൾ പിക്സൽ ബഡ്സയുടെ ഇമേജ് ലീക്കായിരിക്കുകയാണ്. Acer Nitro 5 എന്ന ലാപ്ടോപ്പ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 15.6 ഇഞ്ചിൻ്റെ ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 144 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Ryzen 5600H എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ലാപ്ടോപ്പ് വരുന്നത്. ഈ ലാപ്ടോപ്പിൻ്റെ 2 GPU വെർഷൻസ് വരുന്നുണ്ട്. NVIDIA GeForce RTX 3060 എന്ന GPUമായിട്ട് വരുന്ന ഒരു വെർഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 94,990 രൂപയാണ്. പിന്നെ NVIDIA GeForce GTX 1650 എന്ന GPUമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 71,990 രൂപയാണ്. ലേസ് ക്രിസ്പി സബ്ടൈറ്റിൽ എന്ന എക്സ്റ്റൻഷൻ ഗൂഗിൾ ക്രോമിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ലേസ് കടിക്കുമ്പോഴുള്ള ക്രിസ്പി സൗണ്ട് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോയുടെ സബ്ടൈറ്റിൽ ഓൺ ആവും. ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത PCക്കും പ്ലേസ്റ്റേഷനും വേണ്ടിയിട്ടുള്ള ഡോൺ ആൻഡ് ഔട്ട് എന്ന VR ഗെയിം ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. നോക്കിയ 8.1, നോക്കിയ 2.3 എന്നീ ഫോണുകളിൽ Android 11 അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. LG V70, LG റോളബിൾ എന്നീ ഫോണുകളുടെ ഇമേജ് ലീക്കായിരുന്നു. എന്നാൽ LG ഇനി ഫോണുകൾ ഇറക്കില്ല എന്നുള്ള കാര്യം LG ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുകയാണ്. വിവോ യൂസേഴ്സിൻ്റെ ഹെൽത്ത് മോണിറ്റർ ചെയ്യാൻ സഹായിക്കുന്ന ഒരു റിംഗ് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. 2021 സെക്കൻഡ് ഹാഫ് മുതൽ വരുന്ന ഫോണുകളുടെ വില കൂടിയേക്കാം എന്നാണ് റിപ്പോർട്ട്. ചിപ്പ് ഷോർട്ടേജ് കാരണമാണിത്. സാൻഡിസ്കിൻ്റെ എക്സ്പാൻഡ് ഫ്ലാഷ് ഡ്രൈവ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ലൈറ്റ്നിങ് പോർട്ടും Type-C പോർട്ടും വരുന്നുണ്ട്. 64 GB വെർഷൻ്റെ വില വരുന്നത് 4,449 രൂപയാണ്. 128 GB വെർഷൻ്റെ വില വരുന്നത് 5,919 രൂപയാണ്. 256 GB വെർഷൻ്റെ വില വരുന്നത് 8,999 രൂപയാണ്. വിവോ വിരാട് കോഹ്ലിയെ ബ്രാൻഡ് അംബാസഡർ ആക്കിയിരിക്കുകയാണ്. PUBG ഡെവലപ്പേഴ്സ് അൺഡോൺ എന്ന പുതിയൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നു. ഇത് ഓപ്പൺ വേൾഡ് ഗെയിമായിരിക്കും. ഗരീനയാണ് പബ്ലിഷർ. PUBG മൊബൈലിൽ പുതിയ കരാക്കിൻ മാപ്പ് എത്തിയിരിക്കുകയാണ്. സാംസങ്ങിൻ്റെ പ്രോഫിറ്റ് 2021 ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ 44% കൂടി എന്നാണ് റിപ്പോർട്ട്.
US-ൽ സാംസങ് A42 5G എന്ന ഫോൺ ഏപ്രിൽ 8-നും A52 5G, A32 5G, A12 എന്നീ ഫോണുകൾ ഏപ്രിൽ 9-നും A02s എന്ന ഫോൺ ഏപ്രിൽ 29-നും എത്തും. സാംസങ് അടുത്ത ഫ്ലാഗ്ഷിപ്പ് ക്യാമറ ഫോണിന് വേണ്ടിയിട്ട് ഒളിമ്പസുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. iQOO 7ന്റെ ഇന്ത്യൻ വെർഷൻ്റെ AnTuTu സ്കോർ പുറത്തുവന്നിരിക്കുകയാണ്. 8,31,200 പോയിന്റാണ് ഈ ഫോണിന് ലഭിച്ചിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഓപ്പോ A95 5G എന്ന ഫോൺ കരിയർ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേ വരും. മീഡിയാടെക്കിൻ്റെ Dimensity 800U എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 48 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. 4310 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഓപ്പോ A35 എന്ന ഫോൺ ചൈന ടെലികോമിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 6.52 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 13 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വരും. 4230 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ വില വരിക 1299 യുവാൻ ആയിരിക്കും, അതായത് ഏകദേശം 14,700 രൂപ. ജിയോണി M3 എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.53 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിലെ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P60 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 16 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 5 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും പിന്നെ 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ഫ്രണ്ടിൽ 8 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ ഫോണിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വില വരുന്നത് 8999 യുവാനാണ്, അതായത് ഏകദേശം 10,200 രൂപ. സാംസങ് Z Fold 3ൽ അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറ വരുമെന്നാണ് റിപ്പോർട്ട്. ഈ ഫോണിൻ്റെ ഉള്ളിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പുറത്ത് 12 മെഗാപിക്സലിലെ സെൽഫി ക്യാമറയും വരും. പിന്നെ ഈ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 12 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 12 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 16 മെഗാപിക്സലിലെ ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ S Pen സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ സാംസങ് Z Flip 3ൽ 10 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. പിന്നെ ഈ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. 12 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും പിന്നെ 12 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും. Mi 11 Ultra ആമസോണിൽ ലഭിക്കുമെന്ന് ഒഫീഷ്യലായിട്ട് കൺഫേം ആയിരിക്കുകയാണ്. ഇതിൻ്റെ ടീസർ പേജ് ഇപ്പോൾ ആമസോണിൽ വന്നിട്ടുണ്ട്. ഏപ്രിൽ 23-നാണ് ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. 6.81 ഇഞ്ചിൻ്റെ ക്വാഡ് HD+ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ കോഡ് കേർവ്ഡ് ഡിസ്പ്ലേ വരും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിൽ 1.1 ഇഞ്ചിൻ്റെ ഒരു AMOLED ഡിസ്പ്ലേയും വരുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഫോണിൻ്റെ പിന്നിൽ 50 മെഗാപിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. ഇതിൽ 48 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 48 മെഗാപിക്സലിലെ ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. ഫ്രണ്ടിൽ 20 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 67 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും നമുക്ക് ലഭിക്കും. റിയൽമി GT എന്ന ഫോൺ റിയൽമിയുടെ 3rd ആനിവേഴ്സറി സെലിബ്രേഷനിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്, അതായത് മെയ് സ്റ്റാർട്ടിങ്ങിൽ. ഈ ഫോണിൽ 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ പഞ്ചോൾ ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 64 മെഗാപിക്സലിലെ മെയിൻ ക്യാമറ സെൻസറും 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും പിന്നെ 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും വരും. ഫോണിൻ്റെ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിലെ സെൽഫി ക്യാമറ വരും. 4500 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും.